പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആയുർ ദൈർഘ്യത്തെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ്. ലൈഫ് സ്പാൻ സൈക്കോളജിയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം സമൂഹം തന്നെയാണ്. നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് കുടുംബമാകുന്ന സമൂഹത്തിലേക്കാണ്. മാതാപിതാക്കളുണ്ടാകാം, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ടാകാം, പിന്നെ ഗുരുനാഥന്മാർ, അയൽപക്കങ്ങൾ, കുട്ടി അങ്ങനെ വളർന്നു വരാൻ പോകുന്നത്, കുട്ടിയുടെ സ്കൂൾ പ്രവേശനം, ഓരോന്നിലൂടെയും കുട്ടി സമൂഹവുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതുകൊണ്ട് ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിലെ പ്രധാന ഘടകം കുടുംബം തന്നെയാണ്. രണ്ടാമത്തെ ഘടകം കുട്ടിയുടെ സംസാരമാണ്. കുട്ടി സംസാരിക്കാൻ തുടങ്ങുകയാണ്. കൊച്ചായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ചില മാതാപിതാക്കളൊക്കെ കണ്ടിട്ടില്ലേ, അവർ സംഗീതജ്ഞരാണെങ്കിൽ അവർ പാട്ട് പാടി കേൾപ്പിക്കും, TV ഓൺ ചെയ്ത് കാണിക്കും, അത് വെച്ച് കാണിച്ചു കൊടുക്കും. അപ്പം നമുക്കറിയാം, ഈ പുതുയുഗത്തിലേക്കൊക്കെ പ്രവേശിച്ചപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങി പപ്പയോ അമ്മയോ മടിയിലിരുത്തി മൊബൈൽ കാണിച്ചു കൊടുക്കും. അപ്പം കുട്ടി സമൂഹത്തിലേക്ക് വരുമ്പോൾ പിച്ച വെച്ച് നടക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി സംസാരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ, മീഡിയാസൊക്കെ കുട്ടിക്ക് വളരെയധികം കൗതുകവും അത് കുട്ടിയുടെ വികാസത്തിനും മാറ്റത്തിനും കാരണമാകുന്നത് തന്നെയാണ്. മൂന്നാമതായിട്ട് കുട്ടി വളർന്നു വരാൻ പോകുന്ന, കടന്നു വന്നിരിക്കുന്ന സംസ്കാരമാണ്. നമുക്കറിയാം, ഓരോ പ്രദേശത്തിനും ഓരോ പ്രദേശത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ഞാൻ മാളക്കാരനാണ്. മാളയിൽ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുമ്പോൾ മാളയും എറണാകുളവും തമ്മിലുള്ള കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയും, സംസ്കാര ഡിഫറൻസ് രണ്ട് വിധത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വളർച്ച കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്ത് തന്നെയാണ്. നമ്മൾക്ക് പ്രകടമായിട്ട് കാണാകുന്ന വളർച്ച ഫിസിക്കൽ ഗ്രോത്ത്, ശാരീരികമായിട്ടുള്ള വളർച്ചയാണ്. കുട്ടിക്ക് ഉയരം വയ്ക്കുന്നു, തൂക്കം വയ്ക്കുന്നു, ആകാരത്തിന് വ്യത്യാസം വരുന്നു, അതുപോലെ കുട്ടിക്ക് സൗന്ദര്യം വയ്ക്കുന്നു, മനോഹാരിത ഉണ്ടാകുന്നു. എല്ലാ കുട്ടികളും സുന്ദരന്മാരും സുന്ദരികളും അല്ലേ? ഇത് വളരെയധികം പ്രകടമായിട്ടുള്ള ഒരു ഘടകമാണ്. കുട്ടിയുടെ ആയുർദൈർഘ്യ സൈക്കോളജിയുടെ, മനഃശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് കുട്ടിയിലുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വളർച്ചകൾ. ഇനി കുട്ടിയിലുണ്ടാകുന്ന മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള വളർച്ച. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്ന് കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ചേട്ടന്മാരൊക്കെ പറയും, നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ ഒരു 4 വയസ്സായ കുട്ടിയുടെ അടുത്തൊരു മൊബൈൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നോക്കി, അവൻ ശരിയാക്കി തരുന്നത്. അപ്പോൾ കുട്ടികൾ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, TV കാണാൻ തുടങ്ങി. TV-യിൽ കുട്ടികൾക്ക് തമാശകളൊക്കെ വെച്ച് കൊടുക്കും, അത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ കുട്ടികൾ ടാബ്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ചെറുതായ രീതിയിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. കുട്ടി കൊച്ചിലേ തുടങ്ങി അതിലൊക്കെ കുത്തി. അപ്പം അത് ഇവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം. നമുക്ക് ദോഷവശങ്ങളൊക്കെ ഒത്തിരി പറയാൻ സാധിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവൻ്റെ മാനസികമായിട്ടുള്ള വളർച്ച ഈ കാലഘട്ടത്തിൽ ഒരു 25 വർഷത്തിനേക്കാൾ ഒരുപാട് 10 മടങ്ങ് ഉയരത്തിലാണ്. അതനുസരിച്ച് അവൻ്റെ മനസ്സും വളരാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ചയുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സമൂഹത്തിൻ്റെ കാര്യം തന്നെ. കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അമ്മയായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങുന്നു, പപ്പയായിട്ട് സംവദിക്കാൻ തുടങ്ങുന്നു, കൂട്ടുകാരന്മാരായിട്ട്. അപ്പം കുട്ടി സമൂഹവുമായിട്ട് ഇഴകിച്ചേരാനായിട്ട് തുടങ്ങുന്ന ഒരവസ്ഥയാണ്.
കുട്ടിയെ ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. കളിയാക്കലുകൾ, പരിഹാസങ്ങൾ, പ്രോത്സാഹനങ്ങൾ, സന്തോഷിപ്പിക്കൽ, വേദനിപ്പിക്കൽ, അതുപോലെ കൊച്ചു അപകടങ്ങൾ. നടക്കുന്ന കുട്ടി വീഴുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് കളിക്കുമ്പോൾ വീണ് കാലിൻ്റെ മുട്ട് പൊട്ടുന്നു, അല്ലെങ്കിൽ കൈയുടെ ഉരം പൊട്ടുന്നു. അങ്ങനെ കുട്ടി എല്ലാം സമ്മിശ്ര വികാരങ്ങളോടെയാണ് കുട്ടി വളർന്നു വരിക. അതുകൊണ്ട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ബന്ധം, ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും തമിഴ്നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊരു കുട്ടിക്കും 2 കൾച്ചറായിരിക്കും, 2 ആറ്റിറ്റ്യൂഡായിരിക്കും കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കുന്ന വിധത്തിൽ. അതുപോലെ 2 മനോഭാവങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾക്ക് കുട്ടിയെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കണം. പഠിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ്, ഞാനിപ്പോൾ ഇറ്റലിയിലേക്കായിരുന്നപ്പോൾ അവിടെ കൊച്ചു കുട്ടികളൊക്കെ നേരത്തെ തുടങ്ങി മാതാപിതാക്കൾ അവരെ സ്വതന്ത്രരായിട്ട് വിടും. മാതാപിതാക്കൾ എവിടെയെങ്കിലുമൊക്കെ പാർക്കിലൊക്കെ ചെന്ന് അവിടെ ഇരിക്കും. കുട്ടികൾ ഓടുന്നു, കാടുന്നു, കളിക്കുന്നു, മറിഞ്ഞു വീഴുന്നു. പപ്പ അല്ലെങ്കിൽ മമ്മി ഓടിച്ചെന്ന് പ്രോത്സാഹിപ്പിക്കുന്നു, സാരമില്ലാട്ടെന്ന് പറയുന്നു. വീണ്ടും നമ്മളാണെങ്കിലോ ഒരു 4 വയസ്സൊക്കെ വരെ നമ്മളെ കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഓരോ സംസ്കാരത്തിൻ്റെയും പ്രത്യേകത. ചെറുപ്പത്തിലേ തുടങ്ങി കുട്ടികൾ ഓരോന്നും പഠിപ്പിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് വിദേശങ്ങളിലൊക്കെ അവരൊത്തിരി ധൃതിപ്പെടുന്നതായിട്ട് കാണാം. ഇനി കുട്ടി മനസ്സിലാക്കുന്നത് കുട്ടിയുടെ ജെൻഡറാണ്, ഏത് തരമാണ്, ആണാണോ പെണ്ണാണോ, ഒക്കെ കുട്ടി നേരത്തെ അങ്ങ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരുപാട് മാതാപിതാക്കളുടെ സഹായമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് പോലെ ജനിക്കുന്ന ആ നിമിഷം മുതൽ 18 മാസം വരെയുള്ള ആദ്യ കാലഘട്ടം, അദ്ദേഹം 6 സ്റ്റേജസിനെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ആ മുല കുടിക്കുന്ന സമയം മുതൽ ആദ്യ 18 മാസം വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ ഒരിക്കൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കങ്ങനെ 4 മുതൽ 7 വയസ്സ് വരെ, 7 മുതൽ 12 വയസ്സ് വരെ, ഇത് ഓരോ കാലഘട്ടത്തിലും കുട്ടി പഠനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ, സമൂഹത്തിൽ ജീവിക്കേണ്ടതിൻ്റെ, സമൂഹ സംസ്കാരം മനസ്സിലാക്കുന്നതിൻ്റെ ഓരോ തലങ്ങളും മനസ്സിലാക്കി പോകുന്നു. ഇതാണ് സ്വാഭാവിക വളർച്ചയുണ്ട്. പിന്നെ കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം, അതുപോലെ മറ്ററിവുകൾ, മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈല്, അതുപോലെ കുട്ടിക്ക് ലഭിക്കുന്ന മറ്ററിവുകൾ, കൂട്ടുകാർ ജ്ഞാനികളാണെങ്കിൽ അവർ പകർന്നു നൽകുന്ന അറിവുകൾ, ഇങ്ങനെ ഇതെല്ലാം ഈ കുട്ടിയുടെ വികാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ കുട്ടി നമുക്കറിയാം ഒരു 3-4 വയസ്സാവുമ്പോഴേക്കും കുട്ടിക്ക് മനസ്സിലാവുകയാണ് താനൊരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ താനൊരു പെൺകുട്ടിയാണെന്ന്. അതുപോലെ കുട്ടി മനസ്സിലാക്കുകയാണ് ഒരു 7 വയസ്സ് വരെയൊക്കെ കുട്ടിയുടെ സൗഹൃദങ്ങൾ സ്വന്തം തരക്കാരോടായിരിക്കും എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതാണ്. പക്ഷേ അത് കഴിയുമ്പോൾ കുട്ടിയിൽ വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു 13 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 7 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ കുട്ടിക്ക് മനസ്സിലാവുകയാണ് അത് പെൺകുട്ടിയാണ്, അത് ആൺകുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പെൺകുട്ടിയായ ഞാൻ ആൺകുട്ടിയായിട്ടുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ ചിന്തിക്കുകയാണ് അത് പെൺകുട്ടിയാണ്, പെൺകുട്ടിയാണ് ചിന്തിക്കുകയാണെങ്കിൽ അത് ആൺകുട്ടി. ഇവരങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്കറിയാം പുബർട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയുടെ പ്രായമാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾ, മനസ്സ്, ബുദ്ധി, എല്ലാ അവയവങ്ങളും വളരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്കൊക്കെ കിടക്കുമ്പോഴേക്കും കുട്ടിയിലുണ്ടാകുന്ന വ്യത്യാസം, താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ബോധ്യങ്ങളിലേക്ക് ജനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ വികാസത്തിൻ്റെ, പരിണാമത്തിൻ്റെ ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കുടുംബമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ സമൂഹമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയാണ്.
സാംസ്കാരികമായിട്ടുള്ള വളർച്ചയാണ്. കുട്ടികളിൽ സ്വയം ജനിക്കുന്ന ബോധ്യങ്ങളാണ്. സ്വയം ജനിക്കുന്ന ബോധ്യങ്ങളുണ്ട്, ജനിപ്പിക്കുന്ന ബോധ്യങ്ങളുണ്ട്. അധ്യാപകരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സഹായിക്കും. അതുപോലെ നമ്മുടെ റിലീജിയസ് മതപരമായിട്ടുള്ള സമൂഹങ്ങളൊക്കെ കുട്ടിയെ ഒരുപാട് സഹായിക്കും. സർവോപരി കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങളിലൂടെയൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ്റെ വികാസത്തിൻ്റെ ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഇതൊന്നും ലഭിക്കാതെ വളരുന്ന കുട്ടികളുണ്ട്. നമുക്കറിയാം, ഇന്നും ഇന്ത്യയിൽ 35% ദരിദ്രരേഖയ്ക്ക് താഴെയാണ്. അവിടെയൊക്കെ നമുക്കറിയാം, അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മറ്റു പല കാര്യങ്ങളും കുട്ടികൾക്ക് പോരായ്മകത തന്നെയാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന കേരളത്തിൽ തന്നെ ഒരുപാട് ഉയർച്ചയുണ്ട്. അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതികളൊക്കെ ഒത്തിരി ഉണ്ട്. ഇതില്ലാത്ത മേഖലകളിലൊക്കെ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ 2ാമത്തെ എപ്പിസോഡിൽ പറയുമ്പോൾ ഇതൊന്നും ലഭിക്കാതെ വളരുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവരും നമ്മുടെ കുട്ടികളും തമ്മിൽ വലിയ അന്തരം, വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുടുംബമാകുന്ന സമൂഹത്തിലൂടെ, കുട്ടി ബന്ധപ്പെടാൻ പോകുന്ന ആ വലിയ സമൂഹങ്ങളിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, അതുപോലെ മാനസികവും ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിലൂടെ, കുട്ടിയിൽ തന്നെ പോഷകാഹാരങ്ങളുടെ ഫലമായിട്ട് പ്രകൃതി ഒരുക്കുന്ന സ്വാഭാവിക വളർച്ചയെല്ലാം ഒരു കുട്ടിയുടെ ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിലെ ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ വികാസത്തിൻ്റെ വിവിധ ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് അച്ഛനെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ സഹായിച്ചു എന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. എപ്പിസോഡ് 3 നമ്മൾ കടക്കുമ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ലൈഫ് സ്പാൻ സൈക്കോളജി നമുക്ക് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.